സാറേ, ബത്തേരി താലൂക്ക് ആസ്പത്രി അങ്ങ് 3 തവണ അവിടെ സന്ദർശിച്ചതാണ്. അവിടെ ഈ കെട്ടിട സമുച്ചയങ്ങളും എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് സാർ. മാത്രമല്ല അവിടെ 157 ബെഡാണുള്ളത്. ഏതാണ്ട് 100-150ഓളം ബെഡുകൾ അവിടെ സ്ഥാപിക്കാൻ കഴിയും. അവിടുത്തെ പ്രശ്നം വെച്ചാൽ സ്റ്റാഫ് പാറ്റേൺ ഏതാണ്ട് 3 പ്രപ്പോസൽ ഗവൺമെൻറ് സമർപ്പിച്ചു. ഡോക്ടേഴ്സിൻ്റെ കുറവ്, ഇത്തരം കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, ബത്തേരി ആശുപത്രിക്കും ഈ പറഞ്ഞതുപോലെ നല്ല പ്രാധാന്യം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർ ഇപ്പോൾ അവിടെ 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ, അത്യാധുനിക നിലയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ, അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഒഫ്താൽമോളജി ഉൾപ്പെടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സർ. അതുകൂടാതെ ഇപ്പോൾ അവിടെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന അത് ഫൈനൽ ആയിട്ടുണ്ട് സർ. ഏതാണ്ട് 98% നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അമ്മയും കുഞ്ഞും ബ്ലോക്ക്, അത് തീർച്ചയായിട്ടും വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രദേശത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് ആ ഒരു ബ്ലോക്ക് അവിടെ അനുവദിച്ചിട്ടുള്ളത്. അവിടേക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും മറ്റ് അനുബന്ധമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ പൊതുവെ ഇപ്പോൾ നമുക്കറിയാം സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം ഗണ്യമായി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ഗ്യാപ്പ് അനാലിസിസ് നടത്തി അതിനനുസരിച്ചിട്ടുള്ള തസ്തികകൾ സൃഷ്ടിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ് സർ.